ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കാൻ ശ്രമം. സംഭവത്തിൽ ഇസ്രായേലി പൗരൻ തന്നെയാണ് അറസ്റ്റിലായത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതരെ വധിക്കാൻ ഇറാൻ്റെ പിന്തുണയോടെ ഗൂഢാലോചന നടത്തിയെന്നാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. തുർക്കിയുമായി ബന്ധമുള്ള വ്യവസായിയെയാണ് ഇസ്രായേലി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ആഭ്യന്തര ഇൻ്റലിജൻസ് ഏജൻസിയായ ഷിൻ ബെത്തിൻ്റെ മേധാവി എന്നിവരെ വധിക്കുന്നതിൻ്റെ സാധ്യതകൾ ചർച്ച ചെയ്യാനായി ഇറാനിൽ നടന്ന 2 യോഗങ്ങളിൽ ഇയാൾ പങ്കെടുത്തുവെന്നാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ മാസമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് ഷിൻ ബെത്തും ഇസ്രായേലി പോലീസും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. 2 തവണയും അതീവ രഹസ്യമായാണ് ഇയാൾ ഇറാനിലേക്ക് പോയത്. ദൗത്യം നടപ്പാക്കാനായി ഇറാൻ്റെ പക്കൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. ദക്ഷിണ ഇസ്രായേലിലെ നഗരമായ അഷ്കലോണിൽ നിന്നുള്ള മോദി മാമൻ എന്ന 72-കാരനാണ് അറസ്റ്റിലായത്. ഒരുപാട് കാലം തുർക്കിയിൽ താമസിച്ചിരുന്ന ഇയാൾക്ക് അവിടെയുള്ള തുർക്കിഷ് ഇറാനിയൻ പൗരന്മാരുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം ഏപ്രിലിൽ മോദി മാമൻ 2 തുർക്കിഷ് പൗരന്മാരുടെ ഇടനിലയിൽ ഇറാനിൽ താമസിക്കുന്ന കോടീശ്വരനായ എഡ്ഡിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമ്മതം മൂളി. ഇയാളുടെ പ്രതിനിധിയായ 2 പേരുമായാണ് മാമൻ കൂടിക്കാഴ്ച നടത്തിയത്. തുർക്കിയിലെ സിറിയൻ അതിർത്തിക്ക് സമീപമുള്ള നഗരമായ സമൻദാഗിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇവിടെ വെച്ച് ഇയാൾ എഡ്ഡിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ഇസ്രായേലി പോലീസ് പറയുന്നു. മെയ് മാസത്തിൽ സമൻദാഗിൽ വീണ്ടും കൂടിക്കാഴ്ച നടന്നു. എഡ്ഡിക്ക് ഇറാനിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തതിനാൽ മോദി മാമനെ കിഴക്കൻ തുർക്കിയിലെ അതിർത്തി വഴി രഹസ്യമായി ഇറാനിലെത്തിച്ചു. ഇറാനിൽ വെച്ച് മാമൻ എഡ്ഡിയുമായും ഇറാൻ സുരക്ഷാ സേനയിലെ അംഗമെന്ന് പരിചയപ്പെടുത്തിയ ഖജ എന്നയാളുമായും കൂടിക്കാഴ്ച നടത്തി. എഡ്ഡിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഓഗസ്റ്റിൽ വീണ്ടും മാമൻ ഇറാനിലെത്തി എഡ്ഡി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലാണ് നെതന്യാഹു ഉൾപ്പെടെയുള്ളവരെ വധിക്കാനുള്ള ഗൂഢാലോചന നടന്നത്. അതിനുശേഷം ഇസ്രായേലിൽ എത്തിയപ്പോഴാണ് മോദി മാമൻ അറസ്റ്റിലാകുന്നതെന്നും ഷിൻ ബെത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. ലെബനനിലെ ഇറാൻ്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് അറസ്റ്റ് വാർത്ത പുറത്തു വരുന്നത്. ഹിസ്ബുള്ള അംഗങ്ങൾ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച് 10-ലേറെ പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് വാർത്ത പുറത്തുവിട്ടതെന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേലി പ്രതിരോധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന മോഷെ യാലോൺ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നവരെ വധിക്കാൻ ഹിസ്ബുള്ള പദ്ധതിയിടുന്നതായി അടുത്തിടെ ഇസ്രായേൽ ആരോപിച്ചിരുന്നു.